ആരാണ്? കുട്ടികൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ പഞ്ചായത്ത് ബേസ് സ്കൂളിനെ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ ആമുഖമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമദൃശ കേരള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം. വിദ്യാർത്ഥികൾ ഗവേഷണ താൽപര്യതയും ഇന്നവേഷൻ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടിയാണ് സ്ട്രീം തനത് പ്രൊജക്ട് കുട്ടി ഗവേഷക കൂട്ടം. സാമൂഹിക പ്രശ്നങ്ങളെയും പ്രത്യേകതകളെയും വൈവിധ്യങ്ങളെയും എല്ലാം കുട്ടികൾ ഗവേഷണാത്മകമായി പഠന വിഷയം വിധേയമാക്കുകയും പഠനത്തിൽ അക്കാദമിക വിഷയങ്ങളുടെ സ്വാഭാവികമായ ഉൾച്ചേർക്കൽ സാധ്യമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഒരു പ്രൊജക്ട് ഡയറിയാണ്. ഇതിൽ നമ്മൾ 33 പാർട്ടിസിപ്പൻസ് ഉണ്ട്, 4 മെന്റേഴ്സ് ഉണ്ട്. സ്കൂൾസ് പഞ്ചായത്ത് വേങ്ങൂർ, രാമങ്കലം, അശമല്ലൂർ, മുടക്കുഴ 4 പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ് 4 സ്കൂളുകൾ 9 കുട്ടികളും 8 കുട്ടികളും 7 കുട്ടികളും അടങ്ങുന്ന ഓരോ ടീം അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പ് നമ്മൾ പ്രൊജക്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ണർ ഓർഗനൈസേഷൻ ഭൂഗർഭ ജല അതോറിറ്റി, ആരോഗ്യ വകുപ്പ്, അശമല്ലൂർ, മുടക്കുഴ, രാമങ്കലം, വേങ്ങൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇവരിൽ നിന്നെല്ലാം നമ്മുടെ ഡേറ്റകളെല്ലാം കുറെ അധികം പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കിപ്പോ നമ്മുടെ ശ്രീജിത്ത് സാറിനെ നമ്മളൊന്ന് പരിചയപ്പെടുക. ഒന്ന് ക്ലാസ് നമ്മൾ എത്രത്തോളം അവയർനെസ്, നമ്മൾ അതിൽ നിന്ന് ഡേറ്റാസ് എത്രത്തോളം കിട്ടി, നമ്മൾ എന്ത് പഠിച്ചു എന്നെല്ലാം ഇന്ന് നമുക്കിവിടെ സാറിനൊരു ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഇന്ന്. അപ്പൊ അതിനുശേഷം നമുക്ക് സാറിന്റെ ക്ലാസ് ലഭിക്കുമ്പോൾ ഇനി നമ്മൾ എന്ത് അറിയേണ്ടതുണ്ട്, എന്തൊക്കെ നമ്മുടെ ഡേറ്റാസ് ആവശ്യമുണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്ത ഭാഗങ്ങളെല്ലാം വിലയിരുത്തൽ കൂടിയാണ്. അപ്പൊ സാറിന്റെ നേതൃത്വത്തിൽ നമുക്കതിന് സാധിക്കട്ടെ. കുറെ നിർദ്ദേശങ്ങൾ കിട്ടി, മാർഗങ്ങളൊക്കെ കിട്ടി. അശ്വിനൂർ പഞ്ചായത്തിൽ വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം വർദ്ധിച്ചു വരുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിലെ നാച്ചുറൽ വാട്ടർ റിസോഴ്സ് ആയ തോടുകൾ, കുളങ്ങൾ എന്നിവ വേനൽക്കാലത്ത് വറ്റാറുണ്ടോ? ഭൂജലത്തിന്റെ തോത് കുറഞ്ഞു വരുന്നതാണോ ഇതിന് കാരണം? എന്തുകൊണ്ടായിരിക്കാം ഭൂജലം കുറയുന്നത്? നമ്മുടെ പഞ്ചായത്തിൽ ബോർവെല്ലുകൾ ധാരാളം ഉണ്ട്. ഇവ വീടാവശ്യത്തിനല്ലാതെ മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ബോർവെൽ നിർമ്മിക്കുന്നതിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമാണ്. പ്രദേശത്ത് ധാരാളം ഉപേക്ഷിക്കപ്പെട്ട പാറക്കുളങ്ങളും ഉണ്ട്. ഇവയിൽ ധാരാളം ജലസമ്പത്തും ഉണ്ട്. എന്നാൽ ഇത് സ്വകാര്യ വ്യക്തികളുടേതായതിനാൽ ഈ ജലസ്രോതസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. കല്ലേരി മോളം തേക്കുന്ന ഭാഗങ്ങളിൽ മേൽമണ്ണ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. വിശാലമായ പാറ പ്രദേശമാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. മറ്റു ഭാഗങ്ങളിലും മേൽമണ്ണിന്റെ കനം വളരെ കുറവാണ്. മേൽമൺ കുറവായതുകൊണ്ടായിരിക്കാം കൂടുതലും ഈ പ്രദേശത്ത് ഭൂജലം കുറയാൻ കാരണം. 1-2 എഴുത്ത് ബോർവെല്ലുകൾ വെള്ളമില്ലാത്തതിനാൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കാണാൻ സാധിച്ചു. മറ്റൊരു കാരണം സ്ഥലത്ത് സമീപ പ്രദേശങ്ങളിൽ ധാരാളം വ്യവസായങ്ങൾ, പ്രത്യേകിച്ചും പ്ലൈവുഡ് കമ്പനികളുണ്ട്. സർവേ നടത്തി അവിടെയും പല മേഖലകളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നേരിടുന്നുണ്ടെന്ന് മനസ്സിലായി. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്ലൈവുഡ് കമ്പനികളിൽ നിന്നുള്ള വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ തോടുകളിലേക്കൊക്കെ ഒഴുക്കി വിടുന്നതാണ്. പല തോടുകളുടെയും ജലത്തിന്റെ നിറം വരെ മാറിയിട്ടുണ്ട്. പിന്നെ വീടുകളിലൊക്കെ കുഴൽക്കിണറിലൊക്കെ വെള്ളം കുറവ്, അതിന്റെ കഠിനം ഇതൊക്കെ കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നില്ല. നാലാമാട്ട് എന്നിവ സന്ദർശിച്ചു. ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം പ്രശ്നം അതിരൂക്ഷമാണെന്നും ജലസ്രോതസ്സുകളില്ല എന്നും കണ്ടെത്തി. പ്രധാനമായും ജലജീവൻ മിഷൻ പദ്ധതിയെ ആശ്രയിച്ചാണ് കണ്ണഞ്ചേരി പ്രദേശവാസികൾ കഴിയുന്നത്. ചുണ്ടക്കുഴി പ്രദേശത്ത് അത് തെളിയില്ല. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള പാറമഴയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ബോധവൽക്കരണ ക്ലാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെരീഫ് സാർ അതിനാല് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഞങ്ങൾക്ക് വന്ന് എടുത്തു നൽകായിരുന്നു. ജലജന്യ രോഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. ഏതൊക്കെ രോഗങ്ങളാണ് ഈ ടൈഫോയിഡ് പോലുള്ള ഈക്കോളി ബാക്ടീരിയ, അതിനെ കുറിച്ചൊക്കെ കൂടുതൽ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. പിന്നെ എങ്ങനെയാണ് ജലത്തിലേക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ പകരുന്നത്, അതുപോലെ ജലത്തിൽ അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ആടാവുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി.
ഒരു സാധാരണ വ്യക്തിക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള ചില പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ വെള്ളമില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 4 വാർഡ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാറമടയുണ്ട്. ആ പാറമടയിലാണ് അവർ കുടിക്കാനും വെള്ളം കുടിക്കാൻ അവർക്ക് ജലജീവന്റെ വെള്ളം കിട്ടും. അതാണെങ്കിൽ രാത്രി 2 മണിക്ക് ശേഷമാണ് അവർക്ക് വെള്ളം വരുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ഭാഗമായി ഉറക്കക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വെള്ളം പിടിക്കാനൊന്നും സാധിക്കുന്നില്ല. അവര് ഒപ്പം തന്നെ പ്രൈവറ്റ് ആൾക്കാർ ടാങ്കറിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. ഒരു ടാങ്ക് വെള്ളത്തിന് ഏതാണ്ട് 350 രൂപയാണ്. അത് ആഴ്ചയിൽ 4 തവണ അവർ അടിക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആണ് അവർക്ക് ഉണ്ടാക്കുന്നത്. എല്ലാവരും തന്നെ കൂലിപ്പണിക്കാരാണ്. അവർക്ക് പ്രോപ്പറായിട്ട് വീട് പോലും ഇല്ലാത്ത ഒത്തിരി ഫാമിലീസ് ഉണ്ട്. അത് ക്ലോറിനേറ്റ് ചെയ്താണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ല. കാരണം അതിനെപ്പറ്റി ആരും അവിടെ തിരക്കുന്നത് പോലും ഇല്ല 4ാം വാർഡില്. അതുപോലെ 11ാം വാർഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ 11ാം വാർഡും ഇങ്ങനെ തന്നെയാണ്. ജലജീവൻ മിഷന്റെ വെള്ളമാണ് അവിടെ വരുന്നത്. പക്ഷെ ഒരു തരത്തിൽ പോലും അത് ശുദ്ധമാണോ എന്ന് ആരും നോക്കുന്നില്ല. അവിടെയുള്ളൊരു മലിനമായ പാറക്കുളത്തിലാണ് എല്ലാവരും കുളിക്കാനും എല്ലാം വരുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ചേച്ചിമാര് കുളിച്ച് ഇളക്കി കയറി വരുന്നൊരു സീനാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങള് 11ാം വാർഡിൽ ചെന്നു. 11ാം വാർഡിൽ ചെന്നപ്പോൾ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അതാണെങ്കിൽ മലിനമായി കിടക്കുന്നു. അത് അതോറിറ്റി ആരും അന്വേഷിക്കുന്നില്ല. ജനങ്ങൾക്ക് വളരെയധികം ഒരു പ്രതിഷേധം അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇലക്ഷന്റെ ഭാഗമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ പ്രവർത്തകരാന്ന് പറഞ്ഞ് ഞങ്ങളോട് ഒരു റേസ് ആയി കുറിച്ച്. അപ്പൊ ഞങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ സൊസൈറ്റിയിൽ ശരിക്കും ചെന്ന് അവതരിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അവിടെ തോടുകളില്ല, കുളങ്ങളില്ല. ഒപ്പം തന്നെ അവിടെ യാതൊരുവിധ ജലസ്രോതസ്സുകളും കണ്ണഞ്ചേരി മുകള് 4ാം വാർഡിലും 11ലും ഇല്ല. പിന്നീട് ഞങ്ങൾ ചുണ്ടക്കുഴി ഭാഗത്ത് ചെന്നപ്പോൾ അവിടുത്തെ ജലജീവൻ മിഷൻ പോലും വെള്ളം ലഭ്യമല്ല. അവരൊരു പ്രൈവറ്റ് പാറമട കുളത്തിൽ നിന്ന് അവര് മോട്ടർ വെച്ച് അടിച്ച് ഓരോ വീടുകളിലേക്കും അവര് പ്രൈവറ്റ് വ്യക്തി തന്നെയാണ് അത് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക മീറ്റർ ഘടിപ്പിച്ച് അവര് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. ആ വ്യക്തി തോന്നുന്ന വിലയ്ക്ക് അവർക്ക് വെള്ളം വിൽക്കുന്നു. അതല്ലാതെ ആ ഭാഗത്ത് ഒരു തരത്തിലും വെള്ളമില്ല. ജസ്റ്റ് ഒരു കുളം പോലും, ഒരു കിണർ പോലും ആ ഭാഗത്തെ വീടുകളിലില്ല. ബോർവെല്ലും ആ ഭാഗത്തെ വീടുകളിലില്ല. എല്ലാവരും തന്നെ സാധാരണക്കാരായ ആളുകളാണ്. ഫിനാൻഷ്യലി എല്ലാം പോവർട്ടി ലൈനിൽ നിൽക്കുന്ന ആളുകളാണ്. Water related, especially the areas having scarcity of underground water. Site is step Ward 7 of Rajmandam Panchayat. Rajmandam Panchayat 7ാം വാർഡ് 66 അറിയപ്പെടുന്നത്. അവിടെ ഒരു മലയുണ്ട്. അതൊരു ഭയങ്കര ഉയർന്ന പ്രദേശമാണ്. അവിടെ ഒരു ടണൽ പോകുന്നുണ്ട്. ആ ടണൽ പോകുന്നതുകൊണ്ട് അവിടെയുള്ള വീടുകളിലൊന്നും കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല. എല്ലാം ആ ടണലിൽ പോകുന്നതാണ്. മലയിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം ടണലിൽ പോയി അടുത്ത സബ് ഡിവിഷൻസ് ആയിട്ട് വേറെ വാർഡുകളിലേക്ക് പോകും. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും വെള്ളം കുഴിക്കുമ്പോൾ ഭയങ്കര കുറച്ചാണ് കിട്ടുകയുള്ളൂ. 5ാം വാർഡിലും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് വെള്ളത്തിന്റെ ക്ഷാമം ഭയങ്കരമായിട്ടുണ്ട്. ഇത് എൻഡിങ് ആണ് ടണലിന്റെ. 2 എൻഡിങ് ആണ്. പോയി സന്ദർശിച്ചു. വേങ്ങൂർ കോടംപള്ളി വാർഡ് ഇവിടെ ചില ഭാഗങ്ങളിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. പരിഹാരമായി മിനി കുടിവെള്ള പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അവിടെയുള്ള വീട്ടമ്മമാരുമായിട്ടുള്ള അഭിമുഖമൊക്കെ നടത്തി. ഈ ഭാഗത്താണ് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നത്. കോടംപള്ളി ചില ജലസ്രോതസ് അവിടുത്തെ പ്രധാന ജലസ്രോതസ് അതല്ലേ ഉള്ളൂ. പല മെത്തേഡ്സ് ഓഫ് റീസണിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന റീസണിങ് മെത്തേഡ് ഏതാണെന്നുള്ളത് അറിയോ? ആരെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന റീസണിങ് മെത്തേഡ് ഏതൊക്കെ റീസണിങ് മെത്തേഡ്? ഇൻഡക്റ്റീവ് റീസണിങ് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെ? നിങ്ങൾ ഫീൽഡിൽ നിന്ന് കുറെ ഒബ്സർവേഷൻസ് നടത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു അനുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് റീസണിങ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് പല സാധാരണ രീതിയിൽ ഒരു ജിയോളജിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ അവലംബിക്കുക എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വർക്കിംഗ് ഹൈപ്പോത്തീസിസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ സാധ്യതകളെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് സാധ്യതയുള്ളതെന്ന് പറഞ്ഞ് ഒരു അസംഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അത് 1 by 1 ആയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. നമ്മൾ ഫീൽഡ് ഒബ്സർവേഷൻസ് നടത്തി നമ്മളുടെ സാധ്യതകളിൽ 1, 2, 3 പറഞ്ഞിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒന്നിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ മൾട്ടിപ്പിൾ വർക്കിംഗ് ഹൈപ്പോത്തീസിസ് എന്നാണ് പറയുന്നത്.
അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ നമ്മളെ സഹായിക്കും. ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സഹായിക്കും. പിന്നെ ഇതേപോലെ തന്നെ ഡിഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പം നമ്മളൊരു ഹ്യൂമൻ പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അധികവും നിങ്ങളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നോളജ് എന്നൊക്കെ പറയുന്നത് ടീച്ചർമാർ വഴിയും ബുക്കുകൾ വഴിയുമാണ് ലഭിക്കാറ് നമുക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ തന്നെ നോളജ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കുറെ ടിപ്സാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ മെത്തഡോളജി നിങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം. ഓക്കെ, നമ്മൾ ചെയ്തത് എത്രമാത്രം ശരിയാണ്, ഇനി നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വളരെയധികം വ്യക്തമായി. നമ്മുടെ മുന്നോട്ട് പോകേണ്ട ആ വഴി കുറച്ചുകൂടി ഒന്ന് തെളിച്ചു തരാനായിട്ട് സാറിന് സാധിച്ചു. അതുപോലെ അതുപോലെ ഷാഫി മാഡം രണ്ടുപേർക്കും പ്രത്യേകം നന്ദി പറയുന്നു.